ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടെ ഒരു ബന്ദിയുടെ കൂടി മൃതദേഹം ഹമാസ് കൈമാറി. ഇനി അവശേഷിക്കുന്നത് ഒരു ബന്ദിയുടെ മൃതദേഹം മാത്രമാണ്. ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപനം വന്ന് 50 ദിവസം പിന്നിടുമ്പോൾ ഇസ്രായേൽ കൊലപ്പെടുത്തിയവരുടെ എണ്ണം 357ആയി. ഗസയിൽ യുദ്ധക്കുറ്റം നടന്നതായി UN സെക്രട്ടറി ജനറൽ പറഞ്ഞു. 1967 പിടിച്ചെടുത്ത പ്രദേശങ്ങളിലെ അധിനിവേശം ഇസ്രായേൽ ഉപേക്ഷിക്കണമെന്ന് UN പൊതുസഭ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. രണ്ടാംഘട്ട വെടിനിർത്തൽ ചർച്ച സംബന്ധിച്ച നീക്കം ഊർജിതമാണ്. ട്രംപിന്റെ ഗസ പദ്ധതി ഇസ്രായേൽ പാർലമെന്റ് അംഗീകരിച്ചു. ഭരണകക്ഷി അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. MC നാസർ ചേരുന്നുണ്ട്. നാസർ, ആക്രമണം തുടരുകയാണ്. ഇസ്രായേൽ ഇപ്പോഴും നേരത്തെ ആരോപിച്ചിരുന്നത് ഹമാസ് ബന്ദികളുടെ മൃതദേഹം കൈമാറാത്തതുമായി ബന്ധപ്പെട്ടൊക്കെയായിരുന്നു ആക്രമണം നടത്തുന്നതിന്റെ കാരണമായൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി അതും പറയാൻ സാധിക്കില്ല. വളരെ ബുദ്ധിമുട്ടി. അറിയാം, അവിടുത്തെ എല്ലാ പ്രതികൂല സാഹചര്യത്തിൽ നിന്നുമാണ് ഇപ്പോൾ മൃതദേഹം വീണ്ടും കൈമാറാൻ ഹമാസിനും സാധിച്ചിരിക്കുന്നത്. ഇനി ഒരു മൃതദേഹമാണ് ബാക്കിയുള്ളത്. മൃതദേഹ കൈമാറ്റത്തിന്റെ വിവരങ്ങളും ഒപ്പം ഗസയിലെ ഇന്നത്തെ അവസ്ഥയും. ഇതിന് തീർച്ചയായിട്ടും, കാരണം പിന്നിട്ട ദിവസങ്ങളിലൊക്കെ നടന്ന വ്യാപകമായിട്ടുള്ള തെരച്ചിലിന്റെ ഏതാണ്ടത് പരിപൂർണമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. 28 ബന്ദികളുടെ മൃതദേഹങ്ങളായിരുന്നു ഈ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായിട്ട് ഹമാസ് കൈമാറേണ്ടിയിരുന്നത്. അതിൽ 27ാമത്തെ മൃതദേഹമാണ് ഇന്ന് വൈകിട്ട് ഇപ്പോൾ ഇസ്രായേലിന് കൈമാറിയിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു തന്നെ അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. തങ്ങൾക്ക് മൃതദേഹം ലഭ്യമായതായിട്ട് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഇനി ഒരൊറ്റ മൃതദേഹം കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇന്നത്തെ മൃതദേഹം കണ്ടെത്തി വടക്കൻ ഗസയിലെ ബൈത്തുലാഹിയിൽ നിന്നാണ്. ഇതാദ്യമായിട്ടാണ് ഈ ഒരു പ്രദേശത്ത് നിന്ന് ഒരു ബന്ദിയുടെ മൃതദേഹം കണ്ടെത്തുന്നത് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. നേരത്തെ ജീവനോടെയുള്ള 20 ബന്ദികളെ വെടിനിർത്തൽ കരാറിന്റെ ആദ്യ ദിവസം തന്നെ ഹമാസ് വിട്ടയച്ചിരുന്നു. തുടർ ദിവസങ്ങളിലാണ്, ഇപ്പൊ 50 ദിവസത്തിലധികം പിന്നിട്ടിരിക്കുന്ന ഈ വെടിനിർത്തൽ കരാറിന്റെ വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് ഈ 27 ബന്ദികളുടെ മൃതദേഹങ്ങളും ഹമാസ് കൈമാറിയിരിക്കുന്നത്. നേരത്തെ ധന്യ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഇനി ഒരു തടസ്സവാദം ഉന്നയിക്കാൻ ഇസ്രായേലിന് സാധിക്കാത്ത വിധത്തിൽ വളരെ വ്യാപകമായിട്ടുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ട് റെഡ് ക്രോസിന്റെയും ഈജിപ്തിന്റെയും സഹകരണത്തോടു കൂടിയാണ് ഈ മൃതദേഹങ്ങളൊക്കെയും വളരെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ മറികടന്നുകൊണ്ട് തരണം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഹമാസ് നേതൃത്വം ഈ മൃതദേഹങ്ങൾ കൈമാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്തർദേശീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഹമാസിന് അവർ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം ഏറെക്കുറെ ഇപ്പോൾ പൂർണ്ണതയിലേക്ക് വരുന്നു എന്നത് അവരും അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ കരാർ സ്ഥായിയായ അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകണം എന്ന സമ്മർദ്ദത്തിലേക്ക് ഇപ്പോൾ ഇസ്രായേൽ നീങ്ങുന്നുണ്ട്. ഏതായാലും ഒരൊറ്റ ബന്ദിയുടെ മൃതദേഹം അതും അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൈമാറാൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് ഹമാസ് പങ്കുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മൃതദേഹം കൂടി കൈമാറുന്നതോടുകൂടി തന്നെ ഈ പ്രതിസന്ധിയിൽ വലിയ ഒരു ദൗത്യം വിജയകരമായിട്ട് എത്തുകയാണ്. പക്ഷെ അതേസമയം തന്നെ ആക്രമണം അതിശക്തമായി തന്നെ ഇന്നും തുടർന്നു. ഖാൻ യൂനിസിൽ അതോടൊപ്പം തന്നെ റഫേലൊക്കെയും ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇപ്പോൾ ഈ രാത്രി റഫേലിൽ നിന്ന് 3 സൈനികർക്ക് പരിക്കേറ്റതായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്നത്. ഈ സൈനികർക്ക് ഏത് സാഹചര്യത്തിലാണ് ഈ പരിക്കേറ്റത് എന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം വരാനുണ്ട്. എന്തായാലും റഫേലിലെ തുരങ്കങ്ങളിൽ കഴിയുന്ന പലസ്തീൻ പോരാളികളാണ് സൈനികർക്ക് നേരെ വെടിയുതിർത്തത് എന്ന വിവരമാണ് ഇപ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. ഈ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഏതാണ്ട് 500-ലധികം തവണയാണ് ഈ പിന്നിട്ട 50 ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിക്കുകയും രൂക്ഷമായിട്ടുള്ള ആക്രമണവും തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുള്ളത്. അതിലൂടെ 357 പേർ കൊല്ലപ്പെടുകയും 1000-ലധികം പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. പക്ഷേ ഈ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് ഏറ്റവും അടുത്ത ദിവസം തന്നെ കടക്കും എന്ന ഒരു പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ അത്തരം ഒരു അനുകൂല പ്രതികരണമാണ് മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ചർച്ചകൾക്ക് എത്രത്തോളം വേഗത്തിൽ നടക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പറയുന്നത്? സൈന്യത്തിന്റെ ഒരു സുരക്ഷയ്ക്കായിട്ടുള്ള പ്രതിരോധ നടപടി എന്ന രീതിയിലാണ് ആക്രമണം, ഇല്ലെങ്കിൽ ഇത്രയധികം ആളുകൾ കൊല്ലപ്പെടുന്നത് എന്നൊക്കെയാണ് ഇസ്രായേലിന്റെ വാദങ്ങൾ. പക്ഷേ ഈ വെടിനിർത്തൽ ലംഘിച്ചുള്ള ഇസ്രായേലിന്റെ ഈ നടപടിക്കെതിരെ ഏതു തരത്തിലൊരു പ്രതിഷേധമാണ് ഉയരുന്നത്? അടുത്ത ഘട്ടം എന്നത് ഇപ്പോൾ ആലോചന ഇല്ലെങ്കിൽ ആ ചർച്ചയുമായി ബന്ധപ്പെട്ട് തന്നെ ഇനിയും ദിവസങ്ങൾ നീളാനുള്ള സാധ്യതയാണോ കാണുന്നത്?
ഇതിന് തീർച്ചയായിട്ടും അത്ര എളുപ്പമായിരിക്കില്ല. ആദ്യഘട്ടം തന്നെ നമുക്കറിയാൻ സാധിക്കും, നീണ്ട ചർച്ചകളിലൂടെ കെയ്റോയിലും ദോഹയിലും ഒക്കെ നടന്ന നിരന്തരമായിട്ടുള്ള ചർച്ചകളിലൂടെയാണ് ഈ 2 കൊല്ലം നീണ്ട ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഒരു വംശഹത്യയെ താൽക്കാലികമായിട്ടെങ്കിലും പ്രതിരോധിക്കാൻ സാധിച്ചത്. പക്ഷെ അപ്പോൾ പോലും ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനോ ഈ വെടിനിർത്തലിന്റെ ചൈതന്യത്തോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു താല്പര്യം പോലും ഇസ്രായേൽ സൈനിക രാഷ്ട്രീയ നേതൃത്വം കൈക്കൊണ്ടിരുന്നില്ല. ഏതൊക്കെ ഘട്ടങ്ങളിൽ എന്തൊക്കെ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ വെടിനിർത്തലിനെ ലംഘിക്കാനും അങ്ങനെ അമേരിക്കൻ ഒരു സമ്മർദ്ദത്തിലൂടെ രൂപപ്പെട്ട ഈ ഒരു വെടിനിർത്തലിനെ മറികടക്കാനുള്ള വളരെ ലജ്ജാവഹമായിട്ടുള്ള നീക്കങ്ങളായിരുന്നു പിന്നിട്ട് ദിവസങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഒരു കുറ്റവും പറയാൻ സാധിക്കാത്ത വിധത്തിൽ അവർ ആ മൃതദേഹങ്ങളുടെ കൈമാറ്റം പോലും അതിന്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പക്ഷേ ഏകപക്ഷീയമായി 500-ലധികം തവണ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് 358 പേരെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം മറുഭാഗത്തുമുണ്ട്. ഇനി തന്നെ സൂചിപ്പിച്ചതുപോലെ എത്ര കണ്ട് നിർണായകമാണ് 2ാം ഘട്ടം എന്ന് നമുക്കറിയാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു യുദ്ധാനന്തര ഗസയിൽ ഒരു ഭരണ സംവിധാനം വരേണ്ടതുണ്ട്. യുദ്ധാനന്തര ഗസയിൽ അന്തർദേശീയ സൈന്യത്തിന്റെ വിന്യാസം നടക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഹമാസിന്റെ നിരായുധീകരണം എന്ന മറ്റൊരു ഘടകം കൂടി ഇതിന്റെ ഏറ്റവും നിർണായകമായി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ കടക്കണമെങ്കിൽ ഇസ്രായേൽ നൽകേണ്ട ചില ഉറപ്പുകൾ അല്ലെങ്കിൽ പാലിക്കേണ്ട ചില മര്യാദകൾ, ചില വ്യവസ്ഥകളുണ്ട്. അക്കാര്യത്തിൽ ഇപ്പോൾ പോലും ഒരു കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം നൽകാൻ പോലും ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടത് റഫ അതിർത്തി തുറന്നുകൊണ്ട് ഗസയിലേക്ക് കൂടുതൽ ഭക്ഷ്യവസ്തുക്കളും മരുന്നും വെള്ളവും മറ്റു ഉപകരണങ്ങളും താൽക്കാലിക വസതികളും എത്തിക്കുക എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞതാണ്. പക്ഷെ അത് പാലിക്കാൻ ഇനിയും ഇസ്രായേൽ തയ്യാറാവുന്നില്ല. ഇപ്പോൾ പോലും ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഈജിപ്തുമായി സഹകരിച്ചുകൊണ്ട് ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ്